ജീവിതത്തിലെ 6-ാം വയസ്സിൽ തന്നെ ലോകപ്രശസ്തനാകുകയാണ്. 15 വയസ്സായപ്പോഴേക്കും തൻ്റെ മകൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തെ കണ്ട് പിതാവ് മകനെക്കുറിച്ച് പുസ്തകം എഴുതുകയാണ്. പിന്നീട് ആ ജീവിതകഥ അല്ലെങ്കിൽ ഏർലി ലൈഫ് ഒരു സിനിമയായുമെല്ലാം മാറുകയാണ്. വളരെ രസകരമായ പുസ്തകമാണ് ദ ആർട്ട് ഓഫ് ലേണിംഗ് ബൈ ജോഷുവ വെയ്റ്റ്സ്കി. ജോഷുവ ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ചെസ് പ്ലെയർ ആയിരുന്നു. പിന്നീട് അദ്ദേഹം മാർഷൽ ആർട്സിലേക്കും അതുപോലെ ഒരു ട്രെയിനർ ഓതർ നിലയിലേക്കുമെല്ലാം മാറുന്നുണ്ട്. 6-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം ലോക ചാമ്പ്യനായി മാറുകയാണ്. 20 വയസ്സായപ്പോഴേക്കും US ഏകദേശം 8 ലോക ചാമ്പ്യൻഷിപ്പുകൾ നേടുന്ന ഒരു വ്യക്തിയായി മാറി ഈ ജോഷുവ വെയ്റ്റ്സ്കി. അദ്ദേഹത്തിൻ്റെ പുസ്തകം പറയുന്നത് ദ ആർട്ട് ഓഫ് ലേണിംഗ് പറയുന്നത് ഹൗ ടു ബിക്കം പെർഫോം ഒപ്റ്റിമലായി ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു പെർഫോമൻസ് അങ്ങനെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ വിജയ കഥകളിലൂടെ അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്. തീർച്ചയായും പുസ്തകം വായിക്കാം, ദ ആർട്ട് ഓഫ് ലേണിംഗ്. ഞാൻ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ വ്യത്യസ്തമായ പുസ്തകം തന്നെയാണ്. പലരും ഈ പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും പോലുമില്ല എന്ന് മനസ്സിലാക്കുകയാണ്. ദ ആർട്ട് ഓഫ് ലേണിംഗ് ബൈ ജോഷുവ വെയ്റ്റ്സ്കി. ഇതിനകത്ത് ഒരു 10ഓളം പോയിന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. രസകരമായി വായിക്കാൻ കഴിയുന്ന പുസ്തകമാണ്, കുട്ടികൾക്ക് പോലും വായിക്കാൻ കഴിയുന്ന പുസ്തകമാണ്. വളരെ പുതിയതായ ലേണിങ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാകില്ല എങ്കിൽ കൂടെയും ജീവിതത്തിൽ അത്യാവശ്യമായ ഒരു മനുഷ്യന് വേണ്ട മാറ്റം വരുത്താൻ സാധിക്കുന്ന പല കാര്യങ്ങളും പുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ജോഷുവ പറയുന്നുണ്ട്, പലപ്പോഴും അദ്ദേഹം ഈ ചെസ് മൂവ് അല്ലെങ്കിൽ ചെസ്സ് കളിക്കുമ്പോൾ എപ്പോഴും ആളുകൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ചെസ്സിൻ്റെ ആദ്യത്തെ മൂവുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ജോഷുവ ഈ അവസാന മൂവുകൾ എങ്ങനെയാണ് ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു കൂടുതൽ പഠിച്ചത്. കാരണം അവസാന മൂവുകൾ പലപ്പോഴും വളരെ ക്രൂഷ്യലായിട്ടുള്ളതായിരിക്കും. അവസാന മൂവുകൾ എങ്ങനെ നടത്തുക എന്നുള്ളത് മുന്നിൽ കാണേണ്ടത് വളരെ ആവശ്യമാണ്. ഇപ്പോൾ ചെസ്സ് കളിക്കുന്നവർക്കെല്ലാം അറിയാം, കളിക്കുമ്പോൾ തന്നെ അവസാനിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ഡയറക്ഷൻ അവർക്കുണ്ട്, എങ്ങനെ അവസാനിപ്പിക്കണമെന്നുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യത്തെ മൂവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ആദ്യത്തെ മൂവ് തെറ്റിയാൽ പിന്നീട് അങ്ങോട്ട് ഉദ്ദേശിക്കുന്ന പോലെ പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം പഠനങ്ങൾ ഈവൻ പുസ്തകങ്ങൾ വരെ ഉള്ളത് എങ്ങനെയായിരിക്കണം ആദ്യത്തെ മൂവ് എന്നുള്ളതാണ്. ഇദ്ദേഹം പറയുന്നത് അവസാനത്തെ മൂവ് എങ്ങനെയായിരിക്കണം, കാരണം ഏറ്റവും അവസാനമാകുമ്പോൾ ചിലപ്പോൾ സംഘർഷഭരിതമായിരിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ അവസാന സമയങ്ങളിൽ പലപ്പോഴും ഇൻറ്റ്യൂഷൻസ് സഹായിക്കാറുണ്ട്. ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉൾവിളി, ഒരു മനസ്സിലെ തോന്നൽ, പ്രത്യേകിച്ച് ലോജിക്കോ അതല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യകാരണ സഹിതം വിവരിക്കാൻ കഴിയാത്ത ഒരു തീരുമാനമാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഉൾവിളി എന്ന് പറയുന്നത്. പലപ്പോഴും ഉൾവിളികളിലൂടെ പല നീക്കങ്ങളും നടത്തി വിജയിച്ച അനുഭവങ്ങൾ ജോഷുവയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഉൾവിളികൾ ഉണ്ടാകണമെങ്കിൽ ജീവിതത്തിൽ പല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഉൾവിളികൾ വേണമെങ്കിൽ ചില സമയങ്ങളിലൊക്കെ നമ്മളും പതറിപ്പോകും. ഈ സമയത്ത് എന്ത് തീരുമാനമെടുക്കണം? ചിലപ്പോൾ ആ സമയത്ത് കൂടുതൽ ആലോചിക്കാനോ ലൈഫ് ലൈനോ ആരെങ്കിലോടും ചോദിക്കാനോ ഒന്നും സമയമോ നേരമോ കാലമോ ഉണ്ടാകുകയില്ല. ആ സമയത്ത് ഇൻറ്റ്യൂഷൻ നമ്മെ സഹായിക്കും. അദ്ദേഹം പറയുന്നത് ഫണ്ടമെൻ്റൽസ് ആർ ഇമ്പോർട്ടൻറ്റ്, ലേൺ ബേസിക്സ്. ഈ ചെസ്സിനെ കുറിച്ചുള്ള ബേസിക്സ് ഫണ്ടമെൻ്റൽസ് വളരെ തറവാക്കുക എന്നുള്ളത് വളരെ ആവശ്യമായിരുന്നു. അപ്പോൾ ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ജീവിതത്തിൻ്റെ ആവശ്യഘട്ടങ്ങളിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇൻറ്റ്യൂഷനെങ്കിൽ, നല്ല ഇൻറ്റ്യൂഷൻ പവർ കിട്ടണമെങ്കിൽ നല്ല ബേസിക്സും ഫൗണ്ടേഷൻസും എക്സ്പീരിയൻസും നോളജും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ സിവിൽ സർവീസ് കോച്ചിങ്ങിനും ഒപ്പം തന്നെ എൻട്രൻസ് JEE അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ക്ലാസ് എടുക്കാനെല്ലാം പോകുമ്പോൾ പലപ്പോഴും ഞാൻ കാണാറുള്ളത്, ഏറ്റവും അധികം റാങ്കിലേക്ക് പോകുന്ന ആളുകളിൽ പലരും വളരെ ബേസിക്സ് അറിയുന്നവരായിരിക്കും. പലപ്പോഴും ഫണ്ടമെൻ്റൽസ് ചെറിയ ക്ലാസ്സുകൾ മുതൽ വളരെ നന്നായി പഠിച്ചു വന്ന കുട്ടികൾക്ക് ഈ എക്സാംസ് എല്ലാം പാസ്സാകാൻ പലപ്പോഴും എളുപ്പമായിരിക്കും. ഈ ഫണ്ടമെൻ്റൽസ് ഒരു ഇൻറ്റ്യൂറ്റീവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്ന ഒന്നാണെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇത് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഈ എൻഡ് മൂവ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്, അതിനുവേണ്ടി അധികം സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു രീതിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ചില മൂവുകളൊക്കെ 100 മുതൽ 1000 പ്രാവശ്യം വരെ പ്രാക്ടീസ് ചെയ്യും. പല കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതല്ല, ഒരു മൂവ് തന്നെ പലതവണ പ്രാക്ടീസ് ചെയ്യും. പല ഡിസിസീവായിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ള ഫാക്ടലായ റിസൾട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവുകളായിരിക്കും അതെല്ലാം. അപ്പോൾ അവിടെയെല്ലാം റെപ്പിറ്റേഷൻ, കൺസിസ്റ്റൻ്റായി റിപ്പീറ്റഡായി ഒരു ആക്ടിവിറ്റി ചെയ്ത് അതിൽ മാസ്റ്ററി കൊണ്ടുവരാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെസ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ മാസ്റ്ററി കൊണ്ടുവരുന്ന രീതിയിൽ റിപ്പീറ്റഡായി ഒരേ ആക്ടിവിറ്റിയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് മുന്നേറുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതിനകത്ത് ജോഷുവ പറയുന്നത്,
ഈ ഏത് പ്രോസസ്സാണെങ്കിലും, ഏത് ഗെയിമാണെങ്കിലും, ഏത് ആക്ടിവിറ്റി ആണെങ്കിലും അതിൻ്റെ പ്രോസസ്സിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. പ്രോസസ്സ് അറിഞ്ഞിരിക്കുകയും അതിൽ വിശ്വസിക്കുകയും, ഇന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇതാണ് പ്രോസസ്സ്. പല പ്രോസസ്സുകളും പല വഴികളും ഉണ്ടാകാം, പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന പ്രോസസ്സ് ഇതാണ്. എന്ത് സംഭവിച്ചാലും ഈ പ്രോസസ്സ് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കാനോ ചിന്തിക്കാനോ കൂട്ടാക്കുന്നില്ല. ഞാൻ ഈ പ്രോസസ്സ് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ റിസൾട്ട്സ് എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷനാണ്. റിസൾട്ട് കിട്ടുമ്പോൾ അതിനെ മോട്ടിവേഷനായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. അദ്ദേഹം പറയുന്നുണ്ട്, വളരെ നല്ല ഒരു ചിന്തയായി എനിക്ക് തോന്നി, വിജയിക്കുമ്പോൾ അത് കുറേയധികം കോൺഫിഡൻസ് നൽകും. ഇദ്ദേഹം പല പല ഗെയിമുകൾ ജയിക്കുന്നുണ്ട്. 8 ഇൻ്റർനാഷണൽ ഗെയിംസ് ജയിച്ചത് കൂടാതെ ധാരാളം ചെറിയ ചെറിയ ഗെയിമുകൾ ജയിച്ചിട്ടുണ്ട്. ഓരോ ചെറിയ ഗെയിമും നൽകുന്ന കോൺഫിഡൻസ് അടുത്തതിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അദ്ദേഹം ഈ ആർട്ട് ഓഫ് ലേണിംഗ് പറയുന്നത് പിരമിഡ് എന്ന് പറയും. പിരമിഡ് ഒന്നിൽ നിന്ന് മുകളിലേക്ക് പോകുന്നത് പടിയുണ്ടല്ലോ. ഓരോ വിജയങ്ങളും അദ്ദേഹത്തിന് പുതിയ കോൺഫിഡൻസ് നൽകുകയാണ്. എന്നാൽ പരാജയങ്ങളെ ഒരു ഹ്യൂമിലിറ്റി ഉണ്ടാക്കുന്ന ഫാക്ടറായി കാണാൻ സാധിക്കണം. കുറച്ചുകൂടി വിനയവും കുറച്ചുകൂടി താഴ്മയും ഉണ്ടാകുന്ന ഒരാളാക്കി മാറ്റുവാൻ സഹായിക്കും. ഈ ജോഷുവ വെയ്റ്റ്സ്കിന് ഏറ്റവും ആദ്യം കളിച്ച ഇൻ്റർനാഷണൽ ഗെയിംസിൽ പരാജയപ്പെടുന്നുണ്ട്. അന്ന് വളരെയധികം വിഷമമുണ്ടായി, ദുഃഖമുണ്ടായി, നിരാശയുണ്ടായി. തൻ്റെ പേരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ നേടാൻ സാധിച്ചില്ല, മറ്റു ആളുടെ മുമ്പിലൊക്കെ ഞാൻ തോൽവിയും പരാജയവും ലൂസറും എല്ലാമായി പോയല്ലോ എന്നെല്ലാം ജോഷുവ വെയ്റ്റ്സ് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് കുറച്ചുകൂടി ഹംബിൾ ആകുവാനും ഹ്യൂമിലിറ്റി ഉണ്ടാകുവാനും അതിന് മുന്നോട്ട് പോകുവാനുമായിട്ട് ഈ ജോഷുവ വെയ്റ്റ്സ്കിന് സാധിക്കുക. വളരെ നല്ലൊരു ആശയമാണ്. വിജയിക്കുമ്പോൾ കോൺഫിഡൻസും പരാജയപ്പെടുമ്പോൾ ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ ഹംബിൾ എന്നുള്ള ആശയം ഉണ്ടാകാൻ സാധിക്കുക എന്നുള്ളത്. ഈ പുസ്തകത്തിൽ വളരെ പ്രധാനമായും ഒരു 3/1 ഭാഗവും പറയുന്നൊരു കാര്യമാണ് മെൻ്റൽ റിസൈലൻസ്. ഇത് പറയാൻ കാരണം ഇദ്ദേഹം തന്നെ കുറേ നാളുകൾ ചെസ്സ് കളിക്കുകയും പിന്നീട് അദ്ദേഹം ചെസ്സ് പാടെ ഉപേക്ഷിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് ചെസ്സിനോടുള്ള സ്നേഹം, പ്രണയം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഒരു തായ് മാർഷ്യൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യും. അതിൽ അദ്ദേഹം കുറേ നാളുകൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇടയ്ക്ക് അദ്ദേഹത്തിന് വലിയൊരു അപകടം പറ്റുന്നു, ഗുരുതരമായ അപകടം പറ്റുന്നു. പിന്നെ അദ്ദേഹം ട്രെയിനറായി മാറുകയും ഓതറായി മാറുകയും ചെയ്യുന്നതെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് മെൻ്റൽ റിസൈലൻസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഈ തായ് ചായ് എന്ന് പറയുന്ന ഗെയിം അതാണ് അദ്ദേഹത്തിന് ശരിക്കും മെൻ്റൽ റിസൈലൻസും ഒപ്പം തന്നെ മൈൻഡ് പവറും എല്ലാം കൂട്ടാനായിട്ട് സഹായിച്ചത്. ചില സമയങ്ങളിൽ ചെസ്സ് കളിച്ച് അദ്ദേഹം കളിച്ച് ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ 15-ാം വയസ്സിൽ അദ്ദേഹത്തെക്കുറിച്ച് പുസ്തകം എഴുതി ഒരു ഫിലിമെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായി, മൂവിയെല്ലാം ഉണ്ടായി. അപ്പോൾ അറ്റൻഷൻ മൊത്തം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. എവിടെ പോയാലും ആളുകൾ ശ്രദ്ധിക്കുന്നു, എവിടെ പോയാലും ആളുകൾ പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാ അറ്റൻഷൻ തന്നിലേക്ക് ആയപ്പോൾ അദ്ദേഹം ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിക്കുകയാണ്. ബ്രേക്ക് എടുത്ത് എങ്ങനെയാണ് കുറച്ചുകൂടി പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കുക എന്ന് ചിന്തിക്കുന്നത്. അവിടെയാണ് ഈ മാർഷൽ ആർട്സും മെഡിറ്റേഷനും എല്ലാം അദ്ദേഹത്തെ സഹായിച്ച് അദ്ദേഹം പറയുന്നത്. അത് ഈ ചെസ്സിൽ മാത്രമല്ല, പിന്നീടുള്ള തായ്ച്ചിൻ്റെ ആക്ടിവിറ്റിയിലുമെല്ലാം അദ്ദേഹം ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ അറ്റൻഷൻ കൂട്ടാം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഗെയിംസ് കളിക്കാൻ വരുമ്പോൾ ഈ നോയ്സ് അല്ലെങ്കിൽ മ്യൂസിക്സ് എല്ലാം അദ്ദേഹത്തെ പലപ്പോഴും ഡിസ്ട്രാക്ട് ചെയ്യാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഈ മാർഷൽ ആർട്സ് അല്ലെങ്കിൽ തായ്ച്ചി എന്ന് പറയുന്ന ഒരു ഗുസ്തി പോലെയുള്ള ഒരു ഇനമാണ്, മാർഷൽ ആർട്സ് ആണ്. എതിരാളികൾ ചിലപ്പോൾ തെറ്റായ ടാക്ടിക്സും സ്ട്രാറ്റജിയും ഉപയോഗിച്ച് ഇവരെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും. അപ്പോൾ ചിലപ്പോൾ വൈകാരികമായി കൺട്രോൾ വിട്ടുപോവുകയും അവരോട് ഫ്രസ്ട്രേറ്റഡ് ആയി ദേഷ്യപ്പെടുകയും അങ്ങനെ വൈകാരികമായി തളർന്നുകൊണ്ട് ആ ഗെയിമുകളിലൊക്കെ പരാജയപ്പെടാൻ സാധ്യതയെല്ലാം കൂടുതലാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ പേഷ്യൻസും ഒപ്പം എൻഡ്യൂറൻസും ഉണ്ടാകാനായി മെൻ്റൽ എക്സസൈസുകൾ വളരെ ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹം 3 കാര്യമാണ് പറയുന്നത് ഈ മെൻ്റൽ റിസൈലൻസിനെ കുറിച്ച്. അതിലൊന്ന് ഇംപെർഫെക്ഷൻസ്. ജീവിതത്തിൽ ഇംപെർഫെക്ഷൻസ്, എല്ലാം പെർഫെക്റ്റ് ആകുമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കുറേയൊക്കെ പരാജയങ്ങളുണ്ടാകും, കുറേയൊക്കെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ടാകും. ആ ഇംപെർഫെക്ഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം. അതാണ് ജീവിതത്തിൽ ഒരു ഒപ്റ്റിമം പെർഫോമൻസ് ഉണ്ടാക്കാൻ സാധിക്കുക. എല്ലാ തെറ്റുകളുണ്ടാകുമ്പോഴും വിഷമിക്കാനോ ദുഃഖിക്കാനോ പോകണ്ട. തെറ്റുകൾ ഉള്ളതാണ് ജീവിതം എന്നുള്ള മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. അഡ്വേഴ്സിറ്റി, ചില സമയങ്ങളിൽ ആർക്കും സഹായിക്കാൻ കഴിയാത്ത നിമിഷങ്ങളുണ്ടാകും. വലിയ പരാജയങ്ങളും വലിയ വേദനകളും ഉണ്ടാകും, ദുഃഖങ്ങളും ഉണ്ടാകും. ഇദ്ദേഹം ഇന്ത്യയിൽ കളിക്കാൻ വന്ന സമയത്ത് ഒരു സമയത്ത് ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് കളിച്ച ഭൂകമ്പം ഉണ്ടാകുമ്പോൾ പല ആളുകൾക്കും അപകടം പറ്റുന്ന എല്ലാവരും ഓടുന്നു. പക്ഷെ ഇദ്ദേഹം സംയമനം പാലിച്ചുകൊണ്ട് ആ ഗെയിം പൂർത്തിയാക്കി വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങളും ദുഃഖങ്ങളും താഴ്ചകളും വീഴ്ചകളും വരാം, പക്ഷേ അതിനെയൊക്കെ മറികടക്കാനായിട്ട് സാധിക്കണം. ഈ മെൻ്റൽ റിസൈലൻസിൽ 3ാമത്തെ പറയുന്ന കാര്യമാണ് ഇൻറ്റേർണൽ ഡ്രൈവ്. നമ്മളെ സഹായിക്കേണ്ടതോ നമ്മളെ രക്ഷപ്പെടുത്തേണ്ടതോ വേറെ ആരുമല്ല, പേരൻസോ കൂട്ടുകാരോ അധ്യാപകരോ നാട്ടുകാരോ ഒന്നുമല്ല, മെൻ്ററൊന്നുമല്ല സഹായിക്കേണ്ടത്.
ഈ വിജയം എന്ന് പറയുന്നത്, പെർഫോമൻസ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഡ്രൈവാണ്. എനിക്ക് പെർഫോം ചെയ്യണം. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. ആ ആവശ്യം നമ്മളുണ്ടാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടാണ്. എൻ്റെ പുസ്തകങ്ങളോ ഞാൻ പറയുന്ന വീഡിയോയോ മറ്റ് വീഡിയോകളോ മറ്റ് മോട്ടിവേഷൻ പുസ്തകങ്ങളോ നമ്മൾ ഉപദേശിക്കുന്നതൊന്നും നമ്മെ സഹായിക്കില്ല. ഇൻറ്റേർണൽ ഡ്രൈവാണ് ഏറ്റവും അധികം ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നത്. പുസ്തകം തീർച്ചയായും വായിക്കുക. ദ ആർട്ട് ഓഫ് ലേണിംഗ്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാൻ സാധിക്കട്ടെ. അതിലൂടെ ജീവിതത്തിൽ 10 മാറ്റം ഉണ്ടാകട്ടെ. ലെറ്റ് us make 10x growth through habits. All the best.